ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ അപ്പോൾ വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ PSC ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച കുറച്ച് പ്രധാനപ്പെട്ട ഒരു 20 കറണ്ട് അഫയേഴ്സ് എല്ലാം പ്രസ്താവന ചോദ്യങ്ങളാണ് കേട്ടോ. 20 പ്രസ്താവന ചോദ്യങ്ങൾ, അതും PSC ബുള്ളറ്റിൽ വന്ന് തന്നെയാണ് 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തത്, IIT മദ്രാസിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് സാൻസിബാറിലാണ്. ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് USA. ഓപ്ഷൻ സി, അടുത്തിടെ ചാര ഉപഗ്രഹമായ മാലിങ്യോങ് 1 വിക്ഷേപിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. ഓപ്ഷൻ ഡി, സുവർഗ വിവാഹം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ഒന്ന് തെറ്റാണ്. അതേതാന്നുള്ളത് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. തെറ്റായത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? IIT മദ്രാസിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് എവിടെയാ? സാൻസിബാറിലാണ്. അതുപോലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് ഇത്? അമേരിക്ക. അടുത്തിടെ ചാര ഉപഗ്രഹമായിട്ടുള്ള മലിങ്യോങ് 1. അപ്പോൾ മലിങ്യോങ് 1 ഏത് രാജ്യത്തിൻ്റെയാണെന്ന് വെച്ചാൽ ഏതാ? ഉത്തര കൊറിയതാണ് കേട്ടോ. ഉത്തര കൊറിയയുടേതാണ് ഇത് മലിങ്യോങ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിടെ ചാര ഉപഗ്രഹമായിട്ടുള്ള മലിങ്യോങ് 1 വിക്ഷേപിച്ച രാജ്യമാണേത്? ഉത്തര കൊറിയ. അപ്പോൾ ഈ 4ാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സുവർഗ വിവാഹം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തതാണെന്ന് വെച്ചാൽ ഭൂട്ടാനല്ല, നേപ്പാളാണ് കേട്ടോ. നേപ്പാളാണ്. ഓക്കെ, നേപ്പാളാണ്. സുവർഗ വിവാഹം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന രാജ്യം ഏതായിരുന്നു? നേപ്പാളാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രസ്താവന, ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയാണ് വൈശാലി രമേശ് ബാബു. പ്രസ്താവന 2, കൊനേരു ഹംപിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. അപ്പോൾ 2 പ്രസ്താവന ഉള്ളത്. ഈ 2 പ്രസ്താവനകളും വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ഇതാണ് ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് നോക്കുക, മുകളിലത്തെ പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയാണ് വൈശാലി രമേശ് ബാബു. പ്രസ്താവന 2, കൊനേരു ഹംപിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഇത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ആദ്യത്തെ 3ാമത്തെ ഇന്ത്യക്കാരി, ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 3ാമത്തെ വനിതയാണ് ആര്? വൈശാലി രമേശ് ബാബു. ആദ്യമായിട്ട് നേടിയത് ആരാന്ന് വെച്ചാൽ അത് കൊനേരു ഹംപി തന്നെയാണ്. ഇനി പട്ടിക 1, പട്ടിക 2 ഇത് ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളത് ഇപ്പറന്ന് കണ്ടെത്താം. രണ്ടാമത്, ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? അതുപോലെ 3, നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? അതുപോലെ 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകാൻ പോകുന്ന രാജ്യം ഏതാണെന്നും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഇപ്പുറത്ത് ഇന്തോനേഷ്യ ഉണ്ട്, ദക്ഷിണ കൊറിയ ഉണ്ട്, അസർബൈജാൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണിക്കുന്നില്ല. അതായത് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ തന്നെയാണ് കേട്ടോ. ഇന്തോനേഷ്യ തന്നെയാണ്. അപ്പോൾ 1 A തന്നെയാണ് കേട്ടോ. 1 A ആണ്. രണ്ടാമത്തത് 2, ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. അപ്പോൾ D ആണ് ആൻസർ. അപ്പോൾ 1 മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. ഇനി മൂന്നാമത്തത്, നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയാണ്. നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യമാണ് ഇത്? ദക്ഷിണ കൊറിയ. ഇനി നാലാമത്തത്, 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാ? അത് അസർബൈജാനിലുമാണ്. അപ്പോൾ മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാ? ഇന്തോനേഷ്യയിലാണ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഇത്? ഫ്രാൻസ് എന്ന് പറയുന്നത്. ഈ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ ആദ്യത്തെ രാജ്യമാണ് ഇത്? ദക്ഷിണ കൊറിയ. 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാന്ന് വെച്ചാൽ അത് അസർബൈജാനുമാണ്.
ഇനി നാലാമത്തെ ചോദ്യമാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, രാജ്യത്തിന് പുറത്തു നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവണി ചതുർവേദി. ഇനി ഓപ്ഷൻ ബി, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഓപ്ഷൻ സി, അടുത്തിടെ നാഡ ഒരു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരമാണ് പൂജ ദണ്ഡ. ഓപ്ഷൻ ഡി, 54ാമത് IFFI അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച സംഭാവനകൾക്ക് പരിഗണിച്ച് പ്രത്യേക പുരസ്കാരം നൽകിയത് ദീപിക പദുക്കോണിനാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ചോദിച്ചത് തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. തെറ്റായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ ഡി ആണ്. അതായത് 54ാമത് AIFFയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രത്യേക പുരസ്കാരം നൽകിയത് ദീപിക പദുക്കോണിനാണെന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായത് ഒന്ന്, രാജ്യത്തിന് പുറത്തു നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആര്? ആവണി ചതുർവേദി. അതുപോലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഇവരുടെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവാമി ലീഗാണ് കേട്ടോ. അവാമി ലീഗ്. അതുപോലെ അടുത്തിടെ നാഡ ഒരു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരമാണ് ആര്? പൂജ ദണ്ഡ. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അടുത്തത്. ഒന്നാമത്തെ പ്രസ്താവന, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. രണ്ടാമത്തെ പ്രസ്താവന, സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് വിജയവാഡയിലെ അംബേദ്കർ പ്രതിമയുടെ പേര്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനയും വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, പ്രസ്താവന 1 ശരി 2 തെറ്റ്, പ്രസ്താവന 2 ശരി 1 തെറ്റ്, രണ്ട് പ്രസ്താവനകളും ശരിയാണ്, അതുപോലെ 2 പ്രസ്താവനകളും തെറ്റാണ്. ഏതാ ഇതിന് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഈ 2 പ്രസ്താവനകളും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന എവിടെയാ? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. അതുപോലെ സ്റ്റാച്യു ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ഈ വിജയവാഡയിലെ അംബേദ്കർ പ്രതിമയുടെ പേരെന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ജോഡി ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ. 2, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. മൂന്നാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർവിലാണ്. 4, പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വരുന്നത് വൃന്ദാവൻ മധുരയിലാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. പ്രസ്താവനയല്ല, അതായത് ജോഡികൾ. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? 1, കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ചക്കിട്ടപ്പാറ ശരിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്നത് ബംഗളൂരു എന്നുള്ളത് ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാ? പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഏത് വരുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വരുന്നത്. അതുപോലെ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണെന്ന് ചോദിച്ചാൽ വൃന്ദാവൻ മധുര, അതായത് ഉത്തർപ്രദേശിലാണ് ഈ മധുര കേട്ടോ. വൃന്ദാവൻ മധുര, അവിടെയാണ് എന്ത് നിലവിൽ വരുന്നത്? പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി ഏഴാമത്തെ ചോദ്യമാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് 4 പ്രസ്താവനയാണ്, അതിൽ തെറ്റായ പ്രസ്താവന. 1, ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന. ഓപ്ഷൻ ബി, ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസാഖിസ്ഥാൻ. ഓപ്ഷൻ സി, 2025 മുതൽ വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. ഓപ്ഷൻ ഡി, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തുവാലു രാജ്യത്തിലെ പൗരന്മാർക്ക് അഭയം നൽകുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. ഈ 4 പ്രസ്താവനകൾ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്താം.
ഏതാ ഒരു ആൻസർ? ഒന്നാമത്തെ പ്രസ്താവന, ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന. ശരിയാണോ? ശരിയായ പ്രസ്താവന തന്നെയാണ്. 2, ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസാക്കിസ്ഥാൻ. ശരിയാണ്. ഓപ്ഷൻ സി, 2025 മുതൽ വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഇത് ഡെൻമാർക്ക്. ഇനി തെറ്റായ പ്രസ്താവനയാണ് ഇത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. എന്താ? കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യമായ തുവാലു എന്ന രാജ്യത്തിലെ പൗരന്മാർക്ക് അഭയം നൽകാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് എന്നുള്ളത് തെറ്റാണ്. ഏത് രാജ്യം ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ ആണ് ഇത് ഒപ്പുവെച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തുവാലു രാജ്യത്തിലെ പൗരന്മാർക്ക് അഭയം നൽകാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ച രാജ്യം ഏതാന്ന് വെച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ഇനി 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രസ്താവന, AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്ലച്ച്ലി ഉടമ്പടി. പ്രസ്താവന 2, ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് ഇന്ത്യക്കൊപ്പം സെമി കണ്ടക്ടർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യൂറോപ്യൻ യൂണിയൻ ആണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളെയും വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഈ 2 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. അപ്പോൾ എന്താ പ്രസ്താവന? AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത് ബ്ലച്ച്ലി ഉടമ്പടി. എവിടെ വെച്ചായിരുന്നു നടന്നത് ഈ ബ്ലച്ച്ലി ഉടമ്പടി എന്ന് ചോദിച്ചാൽ ലണ്ടനിലാണ് കേട്ടോ. ലണ്ടനിൽ വെച്ച് നടന്ന ഉടമ്പടിയാണ് ഇത് ബ്ലച്ച്ലി ഉടമ്പടി. ഇനി 2ാമത്തെ പ്രസ്താവന, ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് ഇന്ത്യക്കൊപ്പം സെമി കണ്ടക്ടർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ ആണ്. ഈ 2 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. ഇനി 9ാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, 2024 ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. 2, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയാണ്. മൂന്നാമത്തത്, രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദിയാകുന്നത് ദുബായ് ആണ്. 4, പ്രഥമ അണ്ടർ-19 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഈ 4 ജോഡികൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് കണ്ടെത്തുക. എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഒന്നാമത്തത്, 2024 ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാ? റഷ്യയാണല്ലേ? ശരിയാണ്. 2, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഏത്? ഉഗാണ്ട. അതും ശരിയാണ്. 3, രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന് വേദിയാകുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ അത് ദുബായ് ആണ്. അതും എന്താണ്? ശരിയാണ്. ഇനി പ്രഥമ അണ്ടർ-19 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഏത്? ഇംഗ്ലണ്ട് എന്നുള്ളത് തെറ്റാണ്. ഏതാ? ദക്ഷിണ ആഫ്രിക്ക കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലാണ് പ്രഥമ അണ്ടർ-19 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത്. അപ്പം 2024 ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യമാണ് ഇത് റഷ്യയാണ്. അതുപോലെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഉഗാണ്ടയാണ്. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് വെച്ചാൽ അത് ദുബായിലാണ്. അതുപോലെ തന്നെ പ്രഥമ അണ്ടർ-19 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇത് ദക്ഷിണ ആഫ്രിക്ക. അപ്പോൾ 3 ശരിയുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 10ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 4 പ്രസ്താവനയുണ്ട്, അതിൽ തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ എ, 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. ഓപ്ഷൻ ബി, ഓടക്കുഴൽ അവാർഡിന് PN ഗോപികൃഷ്ണനെ അർഹനാക്കിയ കൃതിയുടെ പേരാണ് കവിത മാംസഭോജിയാണ്. ഓപ്ഷൻ സി, മികച്ച പ്രകടനത്തിനുള്ള അർജുൻ അവാർഡ് 2023 ലഭിച്ച മലയാളിയാണ് M ശ്രീശങ്കർ. ഓപ്ഷൻ ഡി, 2023 പത്മപ്രഭ പുരസ്കാര ജേതാവാണ് KR മീര. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കണ്ടെത്തുക. ആരാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ തെറ്റായ പ്രസ്താവന. ഏതാ?
ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാ? PN ഗോപി കൃഷ്ണനാണ്. അതുപോലെ ഓടക്കുഴൽ അവാർഡിന് PN ഗോപി കൃഷ്ണനെ അർഹനാക്കിയ കൃതിയുടെ പേരാണ് ഇത് കവിത മാംസഭോജിയാണ് അല്ലെ. ഓടക്കുഴൽ വായിക്കുന്നത് കൃഷ്ണനാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാന്നുള്ളത് കിട്ടും കേട്ടോ. ഗോപി കൃഷ്ണൻ എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഓപ്ഷൻ സി ആണ് മികച്ച പ്രകടനത്തിനുള്ള അർജുൻ അവാർഡ് 2023 ലഭിച്ച മലയാളിയാണ് ആര്? മുരളി ശ്രീശങ്കർ അല്ലെങ്കിൽ M ശ്രീശങ്കർ എന്ന് പറയുന്നത്. ഇനി 2023 തെറ്റായ പ്രസ്താവന ഇതായിരുന്നു അല്ലേ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് KR മീര എന്നുള്ളതായിരുന്നു തെറ്റല്ലേ. ആർക്കാണ് 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്? സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ ആർക്കാം? സുഭാഷ് ചന്ദ്രനാണ്. ഇനി 11ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് മികച്ച, ഒരു ഭാഗത്തുള്ളത് പട്ടിക 1 മികച്ച ജനപ്രിയ ചിത്രം, അതായത് നമ്മുടെ 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ. ഒന്ന് മികച്ച ജനപ്രിയ ചിത്രം, അതുപോലെ മികച്ച സിനിമ, അതുപോലെ ദേശീയോദ്ഗ്രഹത്തിനുള്ള പുരസ്കാരം, മികച്ച സംവിധാനത്തിനുള്ള അവാർഡ്. ഇപ്പുറത്ത് പട്ടിക 2 ദ കാശ്മീർ ഫയൽ ഉണ്ട്, ദ റോക്കട്രി, ദ നമ്പി എഫക്റ്റ് ഉണ്ട്, അതുപോലെ ഗോദാവരി ഉണ്ട്, RRR ഉണ്ട്. എന്താ ഇതിന് ആൻസർ വരിക? അപ്പോൾ ഒന്നാമത്തത് മികച്ച ജനപ്രിയ ചിത്രം, അതായത് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏതായിരുന്നു? RRR ആണല്ലേ. RRR ആണ് മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി മികച്ച സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കട്രി ദ നമ്പി എഫക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. റോക്കട്രി ദ നമ്പി എഫക്റ്റ് തന്നെയായിരുന്നു മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി ദേശീയോദ്ഗ്രഹത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാന്ന് വെച്ചാൽ അത് ദ കാശ്മീർ ഫയലാണ് കേട്ടോ. ദ കാശ്മീർ ഫയൽസിനാണ് ദേശീയോദ്ഗ്രഹത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സംവിധാനത്തിലുള്ള അവാർഡ് ആർക്കാന്ന് വെച്ചാൽ ഗോദാവരി എന്ന് പറയുന്ന സിനിമക്കാണ് കേട്ടോ. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ഏത് സിനിമക്കാണ്? ഗോദാവരി എന്ന് പറയുന്ന സിനിമക്കാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. മികച്ച ജനപ്രിയ ചിത്രം 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രം ഏതാന്ന് വെച്ചാൽ ഏതാ? RRR ആണ്. അതുപോലെ മികച്ച സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ്. ദേശീയോദ്ഗ്രഹത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമയാണ് ഇത് ദ കാശ്മീർ ഫയൽസ്. അതുപോലെ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ഏതാന്ന് വെച്ചാൽ ഏത് സിനിമക്കാ? ഗോദാവരി എന്ന് പറയുന്ന സിനിമക്കുമാണ്. ഇനി 12ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്ന്, ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ സാക്ഷ്യ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത എന്നിവ. 2, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത. 3, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായിട്ട് അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. 4, ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് അവതരിപ്പിച്ചതാണ് ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഏത്? ഭാരതീയ സാക്ഷ്യ സംഹിതയും അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് അവതരിപ്പിച്ച നിയമം ഏത് തന്നെയാ? ഭാരതീയ സാക്ഷ്യ സംഹിതയാണ്. 3, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായിട്ട് അവതരിപ്പിച്ച നിയമമാണ് ഏത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അതുപോലെ നാലാമത്തത് ഇന്ത്യൻ പീനൽ കോഡിന് IPCക്ക് പകരമായിട്ട് അവതരിപ്പിച്ചതാണ് ഏത്? ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 14ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. പ്രസ്താവന 1, 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവ്വവിജ്ഞാന കോശം ഡയറക്ടറുമായ വ്യക്തിയാണ് വെള്ളായണി അർജുൻ.
2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവ്വവിജ്ഞാന കോശം ഡയറക്ടറുമായ വ്യക്തിയാണ് ആര്? വെള്ളായണി അർജുൻ. രണ്ടാമത്തത് 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് വെള്ളായണി അർജുൻ. അപ്പോൾ ഈ 2 പ്രസ്താവനകളുള്ളത്, ഈ 2 പ്രസ്താവനകളെയും വിലയിരുത്താൻ വേണ്ടിയിട്ട്. എന്താ ഇതിൻ്റെ ആൻസർ വരിക? 2 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ഒന്ന് 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും അതുപോലെ മുൻ സർവ്വവിജ്ഞാന കോശം ഡയറക്ടറുമായ വ്യക്തി തന്നെയാണ് ആര്? വെള്ളായണി അർജുൻ. പേരോർത്ത് വെക്കുക, വെള്ളായണി അർജുൻ. അത് പ്രസ്താവന 2 ഇതായിരുന്നു. 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ തന്നെയാണ് ആര്? വെള്ളായണി അർജുൻ. അപ്പോൾ ഈ 2 പ്രസ്താവനകൾ ഓർത്ത് വെക്കുക, രണ്ടും ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 15ാമത്തത് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. ഒന്നാമത്തെ പ്രസ്താവന ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ 3 പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. പ്രസ്താവന 2 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ അധികാര ചിഹ്നമായ ചെങ്കോല് പ്രധാനമന്ത്രിക്ക് കൈമാറിയ ശൈവമഠയായ തിരുവാവാതുറൈ അധീനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്തിലാണ്. ഈ 2 പ്രസ്താവനകളാണ്. ഈ 2 പ്രസ്താവനകളെയും വിലയിരുത്തുക. ഒന്നാമത്തെ പ്രസ്താവന ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ 3 പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. രണ്ടാമത്തെ പ്രസ്താവന പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ അധികാര ചിഹ്നമായ ചെങ്കോല് പ്രധാനമന്ത്രിക്ക് കൈമാറിയ ശൈവമഠമായ തിരുവാവാതുറൈ അധീനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്താണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? പ്രസ്താവന 1 ശരിയാണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ അധികാര ചിഹ്നമായ ചെങ്കോല് പ്രധാനമന്ത്രിക്ക് കൈമാറിയ ശൈവമഠമായ തിരുവാവാതുറൈ അധീനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലല്ല, അത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവന ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ 3 പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ചർ ആരാ? ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. അതുപോലെ ചെങ്കോല് എവിടുന്നാണ് കൊണ്ടുവന്നത്? തെലങ്കാനയിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി 16ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ജോഡി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. രണ്ടാമത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. ഓപ്ഷൻ സി 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗക്കി ലാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. ഓപ്ഷൻ ഡി ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അപ്പോൾ ഈ ജോഡികൾ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താം. ഏതാ ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത്? ഒന്നാമത്തത് വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. ശരിയാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗക്കി ലാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൗക്കി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഇത്? മേഘാലയ. ശരിയാണ്. ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ എന്നുള്ളത് തെറ്റാണ്. എവിടെയാ? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ് ഇത് ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒന്നാമത്തെ പ്രസ്താവന ഊർജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ 10,000 മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ് ചൈന. പ്രസ്താവന 2 ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ട് പ്രകാരം വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. ഇപ്പോൾ 2 പ്രസ്താവന ഉള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ഊർജ്ജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ വേണ്ടിയിട്ട് 10,000 മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ് ചൈന. അതുപോലെ ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോകമാധ്യമ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം.
എന്താ ഇതിൻ്റെ ആൻസർ എന്നറിയോ? പ്രസ്താവന 1ഉം 2ഉം എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി വായിക്കുന്നില്ല, നിങ്ങൾ ഒന്നും കൂടി നോക്കുക. ഇനി 18ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് PT ഉഷയാണ്. 2 പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. 3 5 ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന രചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. അപ്പം ഈ 3 പ്രസ്താവന ഉള്ളത്. ഈ 3 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഒന്നാമത്തത് കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് PT ഉഷയാണ്. ആണോ? ശരിയാണ്. 2 പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യത്തെ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണേത്? കേരളം. ശരിയാണ്. 3 5 ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന രചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ആണോ? അതും ശരിയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 19ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാട്ടോ. 4 പ്രസ്താവനയുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. ഒന്നാമത്തത് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക. ഓപ്ഷൻ ബി 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോ വെർദെ. ഓപ്ഷൻ സി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാന്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാന്. ഓപ്ഷൻ ഡി ഗ്ലോബൽ ഫയർ പവർ 2024 റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ഇതിലെ ആൻസർ വരിക? ഒന്നാമത് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കുക. 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് ഇത് കാബോ വെർദെ എന്ന് പറയുന്നത്. അതുപോലെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യമാണ് ഇത് ജപ്പാന്. അതുപോലെ ഗ്ലോബൽ ഫയർ പവർ 2024 റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് ഇത് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഇനി 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് ഇത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പ്രസ്താവനയുണ്ട്. ഒന്ന്, വളർച്ച വിമുക്ത കേരളത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവ കേരള പദ്ധതി പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് മൈലപ്ര പഞ്ചായത്ത്. പ്രസ്താവന 2, ആലപ്പുഴ ജില്ലയിലാണ് മൈലപ്ര പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ 2 പ്രസ്താവനകളെയും വിലയിരുത്താം, അതായത് ശരി ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? വളർച്ച വിമുക്ത കേരളത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് വിവ കേരളം. ഈ പദ്ധതി പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് മൈലപ്ര എന്ന് പറയുന്നത്. പ്രസ്താവന 2, ആലപ്പുഴ ജില്ലയിലാണ് മൈലപ്ര പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഈ 2 പ്രസ്താവനകൾ എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. അപ്പോൾ ശരിയായ പ്രസ്താവന 1, വളർച്ച വിമുക്ത കേരളത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് വിവ കേരളം പദ്ധതി. ഈ പദ്ധതി പ്രകാരം, അതായത് വിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് കേട്ടോ, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, അതാണ് വിവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏത് തന്നെയാണ്? മൈലപ്ര പഞ്ചായത്ത് തന്നെയാണ്. പക്ഷേ മൈലപ്ര പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലല്ല, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ് ഇത് മൈലപ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബുള്ളറ്റിൽ വന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ആട്ടോ ഇത്. റീസെൻ്റ് ആയിട്ട് എക്സാമുകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതി, അതായത് പ്രസ്താവന രീതിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒരു 3-4 സെറ്റ് കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം.